السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യം കുറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പലതരത്തിലുള്ള കുറവുകൾ ഉണ്ടാകുന്നു. പല ഇബാദത്തുകളും അമലുകളും ചെയ്യാൻ കഴിയുന്നില്ല. ജോലിക്ക് തടസ്സമുണ്ടാകുന്നു. പലതും അല്ലാഹു അനുഗ്രഹിക്കും. മനസ്സിന് ആരോഗ്യക്കുറവുണ്ടാകുമ്പോൾ അതിനേക്കാളും വലിയ വിഷമങ്ങൾ ഉണ്ടാകും. അതിൽപ്പെട്ട ഒന്നാണ് കോപം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കേൾപ്പിച്ച പോലെ അത് ഇമ്രാനിലെ 134 ആയത്തിൽ അല്ലാഹു കോപം അടക്കി വെക്കുന്നവനാണ്. കോപം വരും, അപ്പോൾ അടക്കി വെക്കണം എന്ന് ബുഖാരിയിലെ 6114 ഹദീസിൽ റസൂലുള്ളാഹി മല്ലയുദ്ധത്തിൽ മറ്റുള്ളവരെ തോൽപ്പിക്കുന്നവൻ അല്ല ആരോഗ്യവാൻ. ദേഷ്യം വരുമ്പോൾ സ്വന്തത്തെ നിയന്ത്രിക്കുന്ന ആളാണ്. അപ്പോ മനസ്സിന് ആരോഗ്യക്കുറവുണ്ട് എന്നതിന്റെ ലക്ഷണമാണ് കോപം അടക്കി വെക്കാൻ കഴിയാതിരിക്കുക. അഥവാ കോപം വന്നാൽ എന്ത് ചെയ്യണം? അത് അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. ദോഷ്യം വന്നാൽ അവർ മാപ്പ് നൽകും, വിട്ടുവീഴ്ച നൽകും. അല്ലാഹു അത്തരം ആളുകൾ നമ്മൾ ഉൾപ്പെടുത്തും. എല്ലാ നിലക്കും മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിടുത്തം വിട്ടുപോകും. സംസാരവും പ്രവൃത്തിയുമൊക്കെ കൊലപാതകങ്ങളിലേക്ക്, അക്രമങ്ങളിലേക്ക്, കലഹങ്ങളിലേക്ക്, കലാപങ്ങളിലേക്കൊക്കെ നയിക്കുന്നത് ഈ ഒരു പ്രശ്നമാണ്. എല്ലാ നിലക്കുമുള്ള സ്വാസ്ഥ്യത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹുവെ അനുഗ്രഹിക്കണം. എല്ലാ അമലും ഇബാദത്തുകളും ചെയ്ത് സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുവാൻ റബ്ബെ അനുഗ്രഹിക്കണം. അമലുകളും ഇബാദത്തുകളും കൂടുതൽ ചെയ്യാൻ റബ്ബെ അനുഗ്രഹിക്കണം. രോഗികൾക്കെല്ലാം ശിഫ നൽകണേ റബ്ബെ. മരിച്ചുപോയ സത്യവിശ്വാസികളാൽ മാതാപിതാക്കൾ, മക്കൾക്ക്, കുടുംബാദികൾ എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കണേ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. وصلى الله على خاتم الأنبياء والمرسلين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك. السلام عليكم ورحمة الله وبركاته.